ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ സിഗ്നേച്ചർ ബോട്ടിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്ന് അടിപൊളിയാക്കി എടുക്കാം. ഒരുപാട് പേരും നമ്മളോട് റിക്വസ്റ്റ് വെച്ചതാ സിഗ്നേച്ചർ ബോട്ടിൽ ചെയ്യുമെന്ന്. അപ്പോൾ അന്നത് ചെയ്തില്ല, ഇന്നിത് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടി. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ സിഗ്നേച്ചർ ബോട്ടിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ ഇതുപോലെ ലൈറ്റ് ഇട്ട് വെക്കുമ്പോൾ. ഈ ലൈറ്റിന് എനിക്കൊന്ന് 60 രൂപ 70 രൂപ വരുള്ളൂ. കടയിൽ നമ്മൾ സാധാരണ മേടിക്കുന്ന കടയിൽ 60 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. ചിലയിടത്ത് 70 രൂപയാവും. പക്ഷേ ഇത് ആമസോണിലുണ്ട്. ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ, ചെറുതും വലുതും ഒരുപാട് ബൾബ് ഉള്ള ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കോർക്കാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഓൺ ചെയ്യാം. ചെറിയൊരു സ്വിച്ചാണ്, അതിൽ ബാറ്ററി ഉണ്ടാവും. അപ്പോൾ അത് ചെറിയ ബാറ്ററിയാണ്. അപ്പോൾ ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വെറുതെ നമുക്ക് ഇട്ട് വെക്കാം. പിന്നെ ഈ സിഗ്നേച്ചർ ബോട്ടിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ വൈറ്റ് ബേസ് കോട്ടൊക്കെ കൊടുത്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഒരു 2 കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളൊന്ന് കളർഫുള്ളാക്കി എടുക്കാൻ പോവാണ്. അതിനായിട്ട് ലെമണെല്ലോ എടുത്തിട്ടുണ്ട്. ലെമണെല്ലോ എടുക്കുക, ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ബ്രഷിന് പകരം സ്പോഞ്ച് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് ഈ സിഗ്നേച്ചർ ബോർഡിൽ ഓരോരോ പോർഷൻ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഓരോ പോർഷനാണ് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പോഞ്ച് എടുത്താലും സൈഡിൽ ആ ഒരു ലൈൻ കറക്റ്റായിട്ട് കൊടുക്കാൻ ബ്രഷ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ലെമണെല്ലോ എടുത്തു, ഓറഞ്ച് കൊടുത്തു. ഇനി ഒരു പോർഷന് ടീൽ ബ്ലൂ കൊടുക്കുകയാണ്. സാധാരണ ബ്ലൂ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ടീൽ ബ്ലൂ കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു നെക്ക് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ 3 കളറും. ഇനി അടുത്ത കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത കളറ് അടുത്തൊരു ഭാഗം എനിക്കൊന്ന് ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം അടുത്തെടുക്കാവുള്ളൂ. എന്നിട്ട് മജന്തയും കുറച്ച് വൈറ്റും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കളറ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്ത ഗ്രീനും വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ ഒരു കളറ് ഒന്ന് എന്താ പറയുക, ലൈറ്റ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വൈറ്റ് ഒന്ന് ആഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ട ആ തിക്നെസ് കുറഞ്ഞ് കിട്ടും, ആ ഗ്രീനിൻ്റെയും മജന്തയുടെയും. ഇനി നമുക്ക് വയലറ്റ് കൊടുക്കാം. വയലറ്റിന് ഒരു തവണ പെയിൻറ്റ് ചെയ്താൽ കാര്യമില്ല. നമ്മൾ ഈ വൈറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഒരു 2 തവണയെങ്കിലും ചെയ്യണം. അതുപോലെ ഈ ഒരു ഈ ബ്ലൂ ഒക്കെ 2 കോട്ടെങ്കിലും കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ശരിക്കും അറിയില്ല. അപ്പോൾ ബ്ലൂ കൊടുത്തു, വയലറ്റ് കൊടുത്തു. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന റെഡും വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കുറച്ച് വൈറ്റ് ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ നെക്ക് വരെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പം നല്ല കളർഫുള്ളായിട്ട് കിട്ടും ഈ ബോട്ടിൽ. കണ്ടില്ലേ, ഗ്രീൻ, വയലറ്റ്, അതുപോലെ തന്നെ ഓറഞ്ച്, ബ്ലൂ, മജന്ത എല്ലാ കളറും കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു മജന്തയുടെയും ഗ്രീനിൻ്റെയും അതുപോലെ തന്നെ റെഡിൻ്റെയൊക്കെ കളറൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വൈറ്റ് കൊടുത്തത്. അപ്പോൾ ഒരു പ്രത്യേക കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് ഇത് ഉണങ്ങിയതിന് ശേഷം ഓരോ പോർഷൻ ഓരോ കളറ് ഡിവൈഡ് ചെയ്യുമല്ലോ, ആ ഭാഗത്ത് നമ്മൾ മെറ്റാലിക് ഗോൾഡ് കൊണ്ട് ബ്രഷ് കൊണ്ട് ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിൽ മാർക്കർ പെൻ ഉണ്ടെങ്കിൽ, ഗോൾഡൻ മാർക്കർ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ, പെർമനൻറ്റ് മാർക്കർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ആക്രിലിക് മാർക്കർ യൂസ് ചെയ്യാം, അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. മെറ്റാലിക് ഗോൾഡാണ് കൊടുത്തത്. അതും ബ്രഷ് വെച്ച് വരച്ചു കൊടുത്തു. അപ്പോൾ ഒരു പ്രത്യേക ആ ഒരു കളറൊക്കെ എടുത്ത് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് വൈറ്റ് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. ഒരു അടിപൊളി എന്താ പറയുക, ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.